السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. اللهم لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. പരിശുദ്ധ ഖുർആനിൽ അൻസലല്ലാഹു അസ്സ വജൽ. ആദരണീയരായ വിശിഷ്ട അതിഥികളായിരുന്ന നമ്മുടെ സയ്യിദന്മാർ, മറ്റു പണ്ഡിത ശ്രേഷ്ഠർ, മഹല്ല് കമ്മിറ്റിയുടെയും ഉറൂസ് കമ്മിറ്റിയുടെയും പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ അവൻ്റെ പവിത്രമായ മാസത്തിൽ ഒരു രാവിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വളരെ ശ്രേഷ്ഠമേറിയ ഒരു മഖാമിൻ്റെ മുന്നിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഉറൂസ് കമ്മിറ്റി 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കാര്യപരിപാടികളൊക്കെ തയ്യാറാക്കിയപ്പോൾ ഈയുള്ളവന് മുഖ്യപ്രഭാഷണം വെച്ചിരുന്നു. അൽഹംദുലില്ലാഹ് അത് സ്വീകരിച്ചു, ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു 4-5 ദിവസമായിട്ട് കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പനിയും ചുമയും തുടങ്ങിയ അസ്വസ്ഥതകൾ വന്ന് പിടിപെടുകയും അതിൽ നിന്ന് ഇതുവരെ മോചിതനാകാത്ത ഒരു സാഹചര്യത്തിൽ നിർബന്ധിതമായി ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഏത് സമയത്താണ് വോൾട്ടേജ് പോകുന്നത് എന്ന് അറിയില്ല. പോകുന്ന സമയം വരെ ഇൻഷാ അല്ലാഹ് ഇവിടെ ഇങ്ങനെ തുടരും. നമ്മുടെ സമസ്തയുടെ മുശാവറ അംഗവും നെല്ലിക്കട്ടയിലെ ഖത്തീബും ഇമാമും അവരുകളെല്ലാം ആയ ഹംസത്തു സഅദി ഉസ്താദ് അവറുകൾ ഇരിക്കുന്നുണ്ട്. എന്തിനും ഏതിനും അവരെ പോലെയുള്ള ആളുകളുള്ളപ്പോൾ എന്നെപ്പോലെയുള്ളവരുടെ പ്രസംഗം അതൊരു അധിക പ്രസംഗമായി പോകുമോ എന്ന് തന്നെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. എന്തായിരുന്നാലും മഹനീയമായ ഈ മഖാമിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ മശഖത്തുകളും അല്ലാഹു മാറ്റി സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഖാമിലേക്ക് എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് പറയാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മനസ്സിൽ കുത്തിക്കുറിച്ച മഹദിയുമായി ബന്ധപ്പെട്ട പെട്ടെന്ന് കുത്തിക്കുറിച്ച ചില വരികളെ അതിനെ ഒരു മദ്ഹ് ഗാനം എന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഒരു ബറക്കത്തിന് വേണ്ടി ഞാൻ അതൊന്ന് ഇവിടെ ആലപിക്കുകയാണ്. അതിനും തൊണ്ട എത്രത്തോളം ക്ലിയർ ആകുമെന്നറിയില്ല. ആ ഒരു ബറക്കത്ത് കിട്ടുന്നതിന് വേണ്ടി സയ്യിദ് അവറുകൾക്ക് ഞാൻ വിളിച്ച് അവിടുത്തെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ഞാനത് എഴുതാൻ തുടങ്ങിയത്. അതുകൊണ്ട് ആ ഒരു ബർക്കത്ത് അതിലുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആ ഒരു മദ്ഹോടുകൂടി ഒരൽപ്പം ഔലിയാക്കളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പറഞ്ഞ്
ഇൻഷാ അല്ലാഹ് ഞാൻ വിരമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മനസ്സ് നിറയെ ആശ്വാസമേകും മഹനീയമീ മഖാമ്, മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹാ മയങ്ങും മണിയറയാ, മയങ്ങും മണിയറയാ. മനസ്സ് നിറയെ ആശ്വാസമേകും മഹനീയമീ മഖാമ്, മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹാ മയങ്ങും മണിയറയാ, മയങ്ങും മണിയറയാ. പണ്ടേക്കു പണ്ടേ വിലായത്തിൻ തേരിൽ പതിവ്രതയായി മഹദി, പിരിശം നിറച്ച് ഒഴുകി വരുന്നു പുണ്യമതേറ്റുവാങ്ങാൻ. മാനവ മൈത്രി വിളയാടിടുന്ന മഹിതമീ സുരഭില നാട്, മിന്നും വിളക്കായി എന്നും തെളിയും മുന്തും ചന്തം ലംഘിടും ദറജ. മന്നാൻ ഹുബ്ബേകിയ സാന്ത്വനമേ, മനസ്സ് നിറയെ ആശ്വാസമേകും മഹനീയമീ മഖാമ്, മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹാ മയങ്ങും മണിയറയാ, മയങ്ങും മണിയറയാ. പരിപൂർണ ചന്ദ്രൻ പ്രഭ തൂകിലെങ്കും പോലെ ഈ പൈക്കമണ്ണിൽ, പരനോടിരക്കാൻ തവസ്സുലിനായി പൈക്കം മണവാട്ടി ചാരേ. അകതാരിലൂറും ഹലാലാം മുറാദും ആഗതരീ സവിധം, ആശകളേറെ ചൊല്ലിടുന്നൊന്നായി അഹദോന്റെ ഇജാബത്തിനായി. അജബ് കണ്ടിടും സായിരിങ്ങൾ, മനസ്സ് നിറയെ ആശ്വാസമേകും മഹനീയമീ മഖാമ്, മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹാ മയങ്ങും മണിയറയാ, മയങ്ങും മണിയറയാ. അല്ലാഹുവിന്റെ ഔലിയാഉൽ കിറാം ആലം അഖിലമുണ്ടേ, അവരോടടുക്കും ഈമാനുടയോർ അഹദോന്റെ അതിഥിയാണേ. ജന്നത്തിൻ പാത കൊതിക്കുവോർക്കെന്നും ജയമേകുമേ സ്വമത്. ജല്ല ജലാലിൻ അമ്രും നഹിയും ജഗമാകെയോതിടുന്നോർ ദീനിൻ ജീവന്റെ കാവലാണോർ. മനസ്സ് നിറയെ ആശ്വാസമേകും മഹനീയമീ മഖാമ്, മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹാ മയങ്ങും മണിയറയാ, മയങ്ങും മണിയറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ദുന്യവിയും മുഖ്റവിയുമായ പ്രയാസങ്ങളൊക്കെ മാറ്റി സന്തോഷവും ആഹ്ലാദവും ആനന്ദവും നിറഞ്ഞ ഒരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ കാണുമ്പോൾ ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യരെ പോലെ നമുക്ക് തോന്നും. പ്രിയമുള്ളവരെ, അവരുടെ ആഴവും അവരുടെ വ്യാപ്തിയും മനസ്സിലാക്കിയാൽ ഞാനൊരു മനുഷ്യനാണോ, നമ്മളൊക്കെ ഒരു മനുഷ്യരാണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഔലിയാക്കളുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്നാൽ കാണാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അലാ അറിയുക, ഇന്ന ഔലിയാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ യാതൊരു ഭയവുമില്ല, അവർക്ക് യാതൊരു ഭയവുമില്ല. ഐ ഫിൽ ആഖിറ, ആഖിറത്തിന്റെ വിഷയത്തിൽ അവർക്ക് യാതൊരു ഭയപ്പാടുമില്ല. വലാഹും യഹ്സനൂൻ, യാതൊരു ദുഃഖവും അവർക്കില്ല. ലിഫഖദി ദുനിയാ, ദുനിയാവിൽ എന്തൊക്കെ നഷ്ടമായിട്ടുണ്ടോ ദുനിയാവ് തന്നെ അവർക്ക് ഇല്ല എങ്കിലും അവർക്ക് യാതൊരു ദുഃഖവും ഇല്ല. പണ്ഡിതന്മാര് മുഫസ്സിരീങ്ങൾ പറയുന്നു, ലിഫഖദി ദുനിയാ, ദുനിയാവ് നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണത്താൽ അവർക്ക് യാതൊരു ദുഃഖവും തന്നെ ഇല്ല, അവർക്കതിന്റെ ആവശ്യമില്ല. അവർ ആരാണ്? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ യഥാർത്ഥ വിശ്വാസികളാണ്, സത്യവിശ്വാസികളാണെന്നതിന് പുറമേ വകാനൂ യത്തഖൂൻ, അവർ മുത്തഖീങ്ങളാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. എന്തു പേടി? ദുനിയാവിനെ പേടിയല്ല, ഒന്നിനെയും പേടിയില്ല, അവർക്ക് അല്ലാഹുവിനെ മാത്രമാണ് അവർക്ക് ചിന്ത. മുത്തഖീങ്ങളാണ്. മുത്തഖീങ്ങളാകണമെങ്കിൽ ഒരുപാട് കടമ്പകൾ നമുക്ക് കടക്കേണ്ടതുണ്ട്. 5 നേരം നിസ്കരിച്ചത് കൊണ്ട് മാത്രം മുത്തഖി എന്ന് പറയാൻ കഴിയില്ല. റമദാനു ശരീഫ് വരുമ്പോൾ നോമ്പെടുത്തത് കൊണ്ട് മാത്രം മുത്തഖിയാകുന്നില്ല. ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളെയും അവന്റെ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എന്താണോ അതെല്ലാം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ അല്ലാഹു നിരോധിച്ചത് എന്തെല്ലാമുണ്ടോ അതെല്ലാം അവൻ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അവന് മുത്തഖി എന്ന് പറയാൻ പറ്റുക. അവനാണ് മുത്തഖീങ്ങൾ, അവരാണ്, അവരെ കുറിച്ചാ പറഞ്ഞത് വകാനൂ യത്തഖൂൻ. അങ്ങനെയുള്ള ഔലിയാക്കൾ അവർ മുത്തഖീങ്ങളാണ്. ആ സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ശരീഅത്ത് മാത്രം പോരാ, ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും മഅരിഫത്തും തുടങ്ങുന്ന ഒരുപാട് സ്ഥാനങ്ങൾ കടന്നുകൊണ്ട്, ഒരുപാട് പരീക്ഷണശാലകൾ അതിൽ പങ്കെടുത്തുകൊണ്ട്, പരീക്ഷകൾ വിജയിച്ചുകൊണ്ട് മാത്രമേ അല്ലാഹുവിന്റെ ആ ഔലിയാ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവരാണ് ഇതുപോലെ നമ്മൾ കാണുന്നത് ഔലിയാക്കൾ, മഖാമുകൾ. അതുപോലെ നമ്മൾ പറയാറില്ലേ സ്വാലിഹീങ്ങൾ. സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നവരിൽ എത്രയോ ഔലിയാക്കളുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ. നമുക്കറിയാം APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഒരു മഹാനായ ശാസ്ത്രജ്ഞനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പേരെന്താ? അബ്ദുൽ കലാം. അദ്ദേഹം ഒരു മുസൽമാനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി അദ്ദേഹം ഇന്ന് എവിടെയാണ്? അദ്ദേഹം വെറും മണ്ണിന്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തെ തവസ്സുലാക്കി ദുആ ചെയ്യാൻ ആരെങ്കിലും പോകുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ ആരെങ്കിലും ഇതുപോലെ പാടിപ്പുകഴ്ത്തുന്നുണ്ടോ? അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ച ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് സംഭാവനകൾ. അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനായിരുന്നു. അതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് മോട്ടിവേഷൻ നൽകിയിരുന്ന ആളായിരുന്നു.
തുടങ്ങിയ ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് ഉപയോഗം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തോടെ അദ്ദേഹത്തിനെ കുറിച്ച് ആരെങ്കിലും അവദാനങ്ങൾ പാടാറുണ്ടോ, മദ്ഹുകൾ ചൊല്ലി ഉയർത്താറുണ്ടോ? അവിടെ പോയി ആരെങ്കിലും മൗലിദ് പാരായണം നടത്താറുണ്ടോ? ഇല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ആ സ്വഹാബത്തിന്റെ ജീവിതം, പ്രവാചകന്മാരുടെ ജീവിതം, അവരിലൂടെ വന്ന തബഉ താബിഈങ്ങളുടെ ജീവിതം നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കണം. ഇന്നും പുകഴ്ത്താറില്ലേ ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങള് ഇന്ന് നമ്മൾ മുടക്കാറുണ്ടോ? മറ്റു അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നുണ്ടോ? സഹാബത്തിൽ പ്രമുഖരായ പലരുടെയും ചരിത്രങ്ങൾ നമ്മൾ എന്നും പറയാറില്ലേ? അതുപോലെ ഔലിയാക്കളുടെ ചരിത്രങ്ങൾ നമ്മൾ പറയാറില്ലേ? അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ തർലിയത്ത് ചൊല്ലാറില്ലേ? ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയത് നമ്മൾ എന്തുകൊണ്ട് പറയുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത്രയും മഹാന്മാരാണ്, അത്രയും മഹത്വമുള്ളവരായതുകൊണ്ട് അവർ മരണപ്പെട്ടു കഴിഞ്ഞാലും അവരുടെ കറാമത്തുകൾ ഇങ്ങനെ വെളിവായി കൊണ്ടിരിക്കുന്നു. ചെറുപ്പകാലത്ത് തന്നെ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ബാവാ മുതുവിന്ന് കുതുബായി വന്നോവർ, ബാനം അതേളിലും കേളി മികച്ചോവർ. പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഔലിയ എന്ന വലിയ എന്ന സ്ഥാനം കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അവതരിപ്പിക്കുകയാണ്. എല്ലാ ഔലിയാക്കളുടെയും കുതുബായി കൊണ്ടുവരികയാണ്. ഏകദേശം 10 വയസ്സ് മാത്രം പ്രായമാകുന്ന സന്ദർഭത്തിൽ കോരിച്ചെരിയുന്ന മഴയത്ത് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവറുകൾ നടന്നു പോകുമ്പോ വലിയ മഴയാണ്. മഴ നനഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോ പെട്ടെന്ന് കാണുന്ന ഒരു ഭവനത്തിന്റെ ചരിവിലേക്ക് കയറി നിൽക്കുകയാണ്. മഴ നനയാതിരിക്കാൻ വേണ്ടി കയറി നിൽക്കുന്നത് കണ്ടപ്പോൾ ആ ഭവനത്തിന്റെ ഉടമസ്ഥനായ ആള് വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട മകനെ, നീ എന്താണ് ഈ കാണിക്കുന്നത്? അള്ളാഹുവിന്റെ റഹ്മത്തല്ലേ മഴയെന്നത്, അതൽപ്പം നനഞ്ഞാൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ 10 വയസ്സായ കുട്ടിയുടെ അപാരമായ ബുദ്ധിപരമായ മറുപടി എന്തെന്നറിയുമോ? അതെനിക്കറിയാത്തത് കൊണ്ടല്ല, ആ റഹ്മത്ത് ഭൂമിയിലേക്ക് വീഴുമ്പോൾ ഞാൻ അതിലൂടെ ചവിട്ടി നടക്കണ്ടേ, അതെനിക്ക് ഭയമാണ്, അതെനിക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാനിവിടെ കയറി നിന്നതാ എന്ന് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം. 40ഉം 50ഉം 60ഉം 70ഉം 80ഉം വയസ്സായവരൊക്കെ നമ്മുടെ ഈ സദസ്സിലിരിപ്പുണ്ട്. നമുക്ക് ആർക്കെങ്കിലും അതൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? അതിന്റെ അർത്ഥവ്യാപ്തി, ആ ചിന്തിച്ചുകൊണ്ടുള്ള ആ മറുപടി. പ്രിയമുള്ളവരെ, അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള്. വെറും നിസാരന്മാരല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളെ പുച്ഛിക്കുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ നിസാരപ്പെടുത്തുന്ന ആളുകളുണ്ട്. അവരൊന്ന് മന്ത്രിച്ച് ഊതിക്കഴിഞ്ഞാൽ അതിലെന്താണ് വരാനുള്ളത്? അതിലേക്കൊന്ന് വെറും ഇഷ്ഫി എന്ന് പറഞ്ഞാൽ അതിലെന്ത് വരാനാണ്? അതിലെന്താണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് നിസാരപ്പെടുത്തുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷേ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എത്രയോ മക്കാമുകളിൽ നമുക്ക് കാണാം ആചാരങ്ങൾ അത് അനാചാരമായി മാറുകയാണ്. ഇസ്ലാമികപരമായ പല കാര്യങ്ങളും അനിസ്ലാമികതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. എന്തിനധികം പറയുന്നു, നമ്മുടെ ഇബ്രാഹിം ബാദ്ഷിൽ അർബദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരും അവരുടെ കുടുംബങ്ങളും അന്തി ഉറങ്ങുന്ന ഏർവാടിയുടെ മണ്ണിലേക്ക് നമ്മളൊന്ന് സിയാറത്തിന് പോയി കഴിഞ്ഞാൽ, പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് വലിയ നിർഭയത്വമുണ്ട നാടായിരുന്നു. ഏർവാടി എന്ന് കേൾക്കുമ്പോൾ അവിടെ ചെന്നാൽ വലിയ സമാധാനവും സന്തോഷവും
ഒരു നിർഭയത്വവുമുള്ള നാടായിരുന്നു. ഇന്ന് സിയാറത്തിന് പോകുമ്പോൾ നമുക്കവിടെ മക്കാമിലേക്ക് ചെന്നൊന്ന് സിയാറത്ത് ചെയ്യാൻ ചെല്ലുമ്പോൾ പേടിയാണ്, ആക്രമിക്കപ്പെടുമോ എന്നുള്ള ഭയമാണ്. കാരണം 6 വർഷത്തേക്ക് അല്ലെങ്കിൽ 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ഇങ്ങനെ ലേലം വിളിച്ചെടുക്കുന്നത് പോലെ അവിടുത്തെ നടത്തിപ്പിന് വേണ്ടി ചില ആളുകൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്ന ആളുകൾ നല്ല ഉസ്താദുമാരുടെ വേഷം ധരിച്ചുകൊണ്ട് അവരോട് ആരെങ്കിലും തട്ടിക്കയർക്കുകയോ ചോദ്യം ചെയ്യുകയോ എന്തെങ്കിലും മോശമായി സംസാരിക്കുകയോ ചെയ്തു പോയി എന്ന് കണ്ടാൽ അവർ സിഗ്നൽ കൊടുക്കുന്നു. അവരുടെ ഗുണ്ടകൾ വന്ന് സന്ദർശിക്കാനെത്തുന്ന നമ്മളെ വളയുന്ന രംഗം. കാരണം ഇബ്രാഹിം ബാദ്ശൽ അർബദി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് അവരുടെ ആ ഖബറിടത്തിലേക്ക് എത്തണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ആദ്യം അതൊന്നും വേണ്ടിയിരുന്നില്ല. ഒരിടത്ത് 5 രൂപ കൊടുക്കണം, ഒരിടത്ത് 50 രൂപ കൊടുക്കണം, ഒരിടത്ത് 200 രൂപ കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഖബർ ഷരീഫിലേക്ക് നമുക്കൊന്ന് ചെല്ലാൻ കഴിയുകയുള്ളൂ. അത് തരാതെ കയറ്റി വിടുകയില്ല. ഒരു റൗഡിസം പോലെയാണ് ഇന്ന് പല മഖാമുകളിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും വരാതെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അനുഭവം കൊണ്ടാണ് ഈ പറയുന്നത്. എത്ര കുത്തുബിന്റെ വേഷത്തിൽ ചെന്നാലും തങ്ങന്മാരുടെ വേഷത്തിൽ ചെന്നാലും ഏതെല്ലാം ഒരു വലിയ പണ്ഡിതന്റെ വേഷത്തിൽ ചെന്നാലും അവർക്കതൊന്നൊരു വിഷയമല്ല. സയ്യിദ് എന്ന് പറഞ്ഞാലും ശരി, ഖതീബാണെന്ന് പറഞ്ഞാലും ശരി, ഖാളി എന്ന് പറഞ്ഞാലും ശരി, അവർക്ക് പൈസ മാത്രം മതി. ആ പൈസ പിടിച്ചു പറിക്കുന്ന രൂപത്തിലാണെന്ന് ഔലിയാക്കളുടെ ഓരോ മഖാമുകളിലും നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ആലിമീങ്ങളായ ആളുകൾ പോലും, ഉസ്താദുമാരാകുന്ന ആളുകൾ പോലും, ദറസ് നടത്തുന്ന ആളുകൾ പോലും പല മഖാമുകളിലും പോയിട്ട് അവരുടെ ഖബറിൽ കമഴ്ന്നു കിടന്നുകൊണ്ട് സുജൂദ് ചെയ്യുന്നത് പോലെ അവരുടെ ഖബറിലേക്ക് ചുംബിക്കുന്നതും അവരുടെ ആ മീസാങ്കൽ ഇരിക്കുന്ന ഭാഗത്തേക്ക് ചുംബിക്കുന്ന രംഗങ്ങൾ അത് കാണുമ്പോൾ വലിയ വേദനയുണ്ട്. അവരുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് നമ്മൾ അവരുടെ ഖബറിൽ മുത്തുകയാണ്. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല. അവർ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ അവരോട് എങ്ങനെ ആദരവ് കാണിച്ചിരുന്നോ അതേ ആദരവ് തന്നെയാണ് അവരുടെ മഖാമു ഷരീഫിന്റെ മുന്നിൽ അവരുടെ ഖബറിന്റെ അരികിലേക്ക് ചെല്ലുമ്പോഴും നാം കാണിക്കേണ്ട ആ ഇക്റാം അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അവരെ തവസ്സുലാക്കി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അവരുടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഖബറിലേക്ക് ചവിട്ടി നിന്നുകൊണ്ട് ദുആ ചെയ്യുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ അവരെ എങ്ങനെയാണോ ബഹുമാനിച്ചിരുന്നത് അതുപോലെ നമ്മൾ ബഹുമാനിക്കണം അവർ വഫാത്തായി കഴിഞ്ഞാലും. കാരണം അവർ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവർക്ക് മരണമില്ല. അവർ താൽക്കാലികമായി അവർ ഖബറിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് തരികയാണ് പ്രിയമുള്ളവരെ. കാരണം അവർ അത്രത്തോളം നേടിയെടുത്തത് അവരൊക്കെ അങ്ങനെ ഇജാബത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ വെറും ഒരു നിസ്സാരക്കാരനായതുകൊണ്ടല്ല, അവർ അത്രയും ഊർജം ആർജിച്ചത് കൊണ്ടാണ്. ഈമാനികമായ ബലം എന്ത് വന്നാലും ഈമാൻ കൈവിടാതെ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഊട്ടിയുറപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെയാകാൻ കഴിഞ്ഞത്. ഒരിക്കലും വലതുഭാഗത്ത് തുപ്പുന്ന ഒരു മനുഷ്യന് ഔലിയാക്കളിൽ പെടാൻ കഴിയുകയില്ല. അവരിൽ നിന്നൊരു കറാഹത്ത് പോലും വരികയില്ല. വലതുഭാഗത്തേക്ക് തുപ്പുക എന്ന് പറയുന്നത് കറാഹത്തായ ഒരു കാര്യമാണ്. നമ്മളൊക്കെ എത്രയോ അശ്രദ്ധരായിട്ട് എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. പെട്ടെന്ന് നിസ്കരിക്കാൻ വരുമ്പോൾ നമ്മൾ തലമറയ്ക്കാതെ നിസ്കരിക്കുന്നു, അത് കറാഹത്തല്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വളരെ നിസാരമായി നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അവർക്കത് വലിയ കാര്യങ്ങളാണ്. അത്രയും സൂക്ഷ്മമായി അവർ ജീവിച്ചത് കൊണ്ടാണ് അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വകാനൂ യത്തഖൂൻ. അവർ മുത്തഖീങ്ങളാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം അതാണ്. അവരുടെ ഈമാനിന്റെ ബലം, ഈമാനിന്റെ പവർ കൊണ്ടാണ്. നിങ്ങൾക്കറിയുമല്ലോ, മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ്, തസവ്വുഫിന്റെ പണ്ഡിതനാണ്. സൂഫി ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു.
അതുപോലെ ഫിഖ്ഹി പണ്ഡിതനാണ്. അങ്ങനെ തുടങ്ങുന്ന പല വിഷയങ്ങളിലും മാഹിറായ ഒരു പണ്ഡിതനാണ് ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ഒരു യാത്ര പോകാൻ ഒരുങ്ങുകയാണ്. ഇൽമിനെ തേടുന്ന വിഷയത്തിൽ ഒരു യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ മകളുടെയും ഒക്കെ ഈമാന്റെ ബലം അതൊന്ന് പറയാൻ വേണ്ടിയാ ഞാനിത് പറയുന്നത്. മഹാനവറുകൾ യാത്ര പോകാൻ ഒരുങ്ങുമ്പോ 9 മക്കൾ, അതും പെൺമക്കളുള്ള മഹാൻ. 9 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്, 9 പെൺമക്കളാണ്. അങ്ങനെ പോകാൻ ഒരുങ്ങുമ്പോൾ ഭാര്യ പറയുകയാണ്, എനിക്കും മക്കൾക്കും ഭക്ഷിക്കാൻ ഇവിടെ ഒന്നുമില്ല, എനിക്കും മക്കൾക്കും കഴിക്കാൻ ഒന്നുമില്ല ഭർത്താവേ എന്ന് മഹതിയായ ഭാര്യ പറയുമ്പോൾ, ഈ അവസ്ഥയിൽ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു കൊണ്ടുപോവുകയാണോ? എന്നെയും മക്കളെയും ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പോവുകയാണോ? ഞങ്ങൾക്ക് കഴിക്കാൻ പോലും ഒന്നുമില്ലാത്ത ഈ അവസ്ഥയിൽ നിങ്ങൾ പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മറുപടിയില്ല. കൂട്ടത്തിൽ 7 വയസ്സായ ഹാഫിളത്തായ മകൾ പറയുകയാണ്, ഉപ്പാനെ വിട്ടേക്ക് ഉമ്മ. ഉമ്മ എന്താ പ്രശ്നമുണ്ടാക്കുന്നത്? ഉപ്പ പോയിക്കോട്ടെ, ഉപ്പ പോകുന്നത് നല്ല ഒരു കാര്യത്തിനല്ലേ, അതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരികയില്ല ഉമ്മ. ഉപ്പ പോകുന്നത് ഇൽമിനെ തേടിയിട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് ഉമ്മ വിഷമിക്കണ്ട, യാതൊരുവിധ പ്രശ്നവും ഞങ്ങൾക്ക് വരികയില്ല, ഉപ്പ പൊയ്ക്കോട്ടെ എന്ന് 7 വയസ്സ് മാത്രം പ്രായമായ ആ കുഞ്ഞ് പറയണമെങ്കിൽ അവരുടെ കൽബിന്റെ വിശാലത എത്രയാണ്! ആ പണ്ഡിതന്റെ മകളാകുമ്പോൾ അവൾക്കും ഉണ്ടാകുമല്ലോ അതിന്റെ ലാഞ്ചന, അതിന്റെ ഒരു കാറ്റ് അങ്ങോട്ടും വീശണമല്ലോ. അങ്ങനെ മഹാനവറുകൾ യാത്രയാവുകയാണ്. അങ്ങനെ അതാ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിശന്ന് വലഞ്ഞ ഒരു രാത്രി, അങ്ങനെ ഒന്നും കഴിക്കാനില്ലാതെ എല്ലാവരും വല്ലാതെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ വല്ലാതെ വിശക്കാൻ തുടങ്ങി. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ മക്കളെല്ലാം തളർന്നു വീഴുകയാണ്. ഉമ്മ ഇങ്ങനെ ഈ കാഴ്ച കൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ 7 വയസ്സായ മകളെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. നീയല്ലേ പറഞ്ഞത് ഉപ്പാ നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ ആരും പ്രയാസത്തിലാവില്ല, ഞങ്ങൾക്കൊരു പ്രയാസവും വരികയില്ലെന്ന് നീയല്ലേ പറഞ്ഞത് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നതാ ഫത്താരിഖുൻ അലൽ ബാബ് തറഫ താരിഖുൻ അലൽ ബാബ്, വാതിലിൽ ഒരാൾ വന്ന് മുട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. വാതിലിൽ വന്നുകൊണ്ട് ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. അവർ ചോദിക്കുകയാണ്, വന്ന് മുട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു സംഘം ആളുകൾ വന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ അരിക്കൽ വെള്ളമുണ്ടോ? ഞങ്ങൾ യാത്രക്കാരാണ്, ഞങ്ങൾക്ക് കുടിക്കാൻ ദാഹജലമുണ്ടോ? ഞങ്ങൾക്ക് തരാൻ നിങ്ങളുടെ പക്കൽ വെള്ളമുണ്ടോ? ഞങ്ങൾ യാത്രയിലാണ്. വന്ന വ്യക്തി ആരായിരുന്നു? അബൂ ജഅഫറുൽ മൻസൂർ, ഇറാഖിന്റെ ഭരണാധികാരിയാണ്. അമീറുൽ മുഅ്മിനീൻ, ഇറാഖിന്റെ ഭരണാധികാരിയായ അബൂ ജഅഫറുൽ മൻസൂർ എന്നവർ ഇറാഖിന്റെ ഭരണാധികാരിയും സൈന്യങ്ങളുമായി യാത്ര പോവുകയാണ്. മരുഭൂമിയുടെ ഒരൊറ്റത്തായിട്ട് ഈ വീട് കണ്ടപ്പോൾ അവർ ദാഹം മാറ്റുന്നതിന് വേണ്ടി വെള്ളം ചോദിച്ച് എത്തിയതാണ്. അങ്ങനെ വന്നുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ ചോദിക്കുകയാണ്, അഇൻദകും മാ, നിങ്ങളുടെ അരികിൽ വെള്ളമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്പം വെള്ളമുള്ളത് അവർക്കെടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ കുടിച്ചതിന് ശേഷം, വെള്ളം കുടിച്ചതിന് ശേഷം അമീറുൽ മുഅ്മിനീൻ കൂടെയുണ്ടായിരുന്നവരോട് ചോദിക്കുകയാണ്, ബൈതു മൻ ഹാദാ, ഇത് ആരുടെ വീടാണെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വെള്ളം തന്നല്ലോ, സന്തോഷം കൊണ്ട് ചോദിക്കുകയാണ്, ബൈതു മൻ ഹാദാ, ഇത് ആരുടെ വീടാണ്? അപ്പോൾ അറിയിപ്പ് കിട്ടുകയാണ്, ബൈതു ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു. ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടാണ് എന്ന്
അബൂ ജഅഫർ അൽ മൻസൂർ ഇറാഖിന്റെ ഭരണാധികാരിക്ക് കൂടെയുള്ളവർ മറുപടി കൊടുക്കുകയാണ്. ഇമാമുൽ മുസ്ലിമീന വ ശൈഖിഹിം, മുസ്ലിമീങ്ങളുടെ നേതാവാണ്, അവരുടെ ശൈഖാണ്. അത്രയും പ്രധാനപ്പെട്ട, അത്രയും പണ്ഡിതനായ, തസവ്വുഫിന്റെ പണ്ഡിതനായ, ഫിഖ്ഹിന്റെ പണ്ഡിതനായ, ഇത്രയും മഹാനായ ഈ മനുഷ്യന്റെ ഈ ചെറിയ വീടും സൗകര്യങ്ങളും കണ്ടുകൊണ്ട് വല്ലാതെ മനസ്സലിഞ്ഞു പോയി. ഇറാഖിന്റെ ഭരണാധികാരിയുടെ കൽബില് വല്ലാത്ത വേദന വരികയാണ്. സങ്കടം കൊണ്ടു കണ്ണു നിറഞ്ഞുപോയി. ഇത്രയും പ്രശസ്തിയുള്ള, ഇത്രയും വലിയ ആലിമായ ഈ മനുഷ്യന്റെ വീട് ഇത്ര ചെറുതായിരുന്നോ, ഇത്ര സൗകര്യമില്ലാത്തതായിരുന്നോ? മഹാനായ ആ ഭരണാധികാരിയുടെ കണ്ണു നിറഞ്ഞുപോയി. ഉടൻ തന്നെ അതാ ഭരണാധികാരി എന്തു ചെയ്തെന്നറിയുമോ? സ്വർണം നിറച്ച ഒരു കിഴി സ്വർണം നിറച്ചത് അവരുടെ വാതിലിലേക്ക് ഇട്ടുകൊടുത്തു. ആ വീടിന്റെ വാതിലിലേക്ക് ആ സ്വർണത്തിന്റെ കിഴി മഹാനവറുകൾ ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ടതാ വിളംബരം ചെയ്യുന്നു, മൻ കാന യുഹിബ്ബു അമീറൽ മുഅ്മിനീൻ ഫൽയഅമൽ മിസ്ലി. നിങ്ങൾ ആരെങ്കിലും ഈ അമീറുൽ മുഅ്മിനീനെ സ്നേഹിക്കുന്നവരാണോ എങ്കിലും ഞാൻ ചെയ്തതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്യണേ. മഹാനായ അബൂ ജഅഫർ അൽ മൻസൂർ എന്ന ഭരണാധികാരി ഇതങ്ങ് പറയുമ്പോൾ അതാ കൂടെ വന്നിരുന്നവരെല്ലാവരും അതുപോലെ ചെയ്യുകയാണ്. എല്ലാവരും ചെയ്യുകയാണ്. ഉടൻ എല്ലാവരും ഓരോ കിഴിയിട്ട് കൊടുത്തു. അതിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കിഴികൾ കൊണ്ട് അങ്ങനെ കൂമ്പാരമാവുകയാണ്. അന്ന് രാത്രി അവർക്ക് കിഴിയുടെ ഞെരുക്കം കാരണം വാതില് പോലും അടയ്ക്കാൻ കഴിഞ്ഞില്ലത്രേ. അത്രയും കിഴികൾ വന്ന് ആ വാതിലിൽ വന്ന് കൂമ്പാരമായപ്പോൾ ആ മക്കൾക്കും ആ ഉമ്മാക്കും അന്ന് വാതിൽ അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത്രയ്ക്ക് ഞെരുക്കമായി പോയി കിഴിയുടെ ആധിക്യം കാരണത്താൽ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് ആ മകൾ, 7 വയസ്സായ മകള് പറയുകയാണ്. എന്താ മകള് പറഞ്ഞത്? ഇൻകാനത്തിൻ നളറതു മിൻ ഖൽഖില്ലാ അഗ്നതിനാ ഫമാ ബാലുകുന്ന ബിനളില്ലാഹി ഇലൈനാ. ആ കുട്ടി ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഒരു സൃഷ്ടി ഒന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇത്ര സമ്പത്ത് കിട്ടിയെങ്കിൽ അള്ളാഹുവിന്റെ ഒരു നോട്ടമുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന്. അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ ഒരൊറ്റ നോട്ടം ആ ഭരണാധികാരി വന്ന് നോക്കിയപ്പോൾ കണ്ട ആ അവസ്ഥ കാരണം ഇത്രയും അള്ളാഹു അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തുവെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നോട്ടം എന്തായിരിക്കും? ഇത് വിശ്വസിക്കണമെങ്കിൽ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഖൽബിൽ ഈമാൻ വേണം. ഖൽബിൽ ഈമാൻ ഉറപ്പിക്കണമെങ്കിൽ അത് അള്ളാഹുമായി അത്രത്തോളം അടുപ്പമുള്ളവർക്കേ കഴിയുകയുള്ളൂ. അടുപ്പമില്ലാത്തവർക്ക് ഈമാനിന് ബലമുണ്ടാവുകയില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം അതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ എന്ത് വിഷയം വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും നമ്മൾ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുക. ഔലിയാക്കൾ അവരുടെ പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു, എല്ലാം തവക്കുലാക്കുക. അവർക്ക് ദുനിയാവിൽ ഒന്നുമില്ല. എന്റെ കാര്യങ്ങള്, എന്റെ മകളുടെ കാര്യം ആര് നോക്കും? എന്റെ മകന്റെ കാര്യം ആര് നോക്കും? അല്ലെങ്കിൽ എന്റെ വീടിന്റെ കാര്യം ആര് നോക്കും? യാതൊരുവിധ പ്രയാസങ്ങളും അവർക്കില്ല. അതെല്ലാം ഞാൻ അള്ളാഹുവിൽ അങ്ങേയറ്റം വിശ്വസിക്കുകയും ഇംതിസാലു അവാമിരില്ല, അതാണ് എന്റെ ജീവിതമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും. വജിത്നാബു നവാഹിഹി ആണെങ്കിൽ അല്ലാഹ് എന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും എന്നതിൽ അവന് യാതൊരു പേടിയുമില്ല. അങ്ങനെ പേടിയില്ലാത്ത ഒരു വിഭാഗമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇവരൊന്നും വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വെറുതെ കുറെ യാത്ര ചെയ്തത് കൊണ്ടോ ഔലിയാക്കളായതല്ല. അവർ അത്രത്തോളം കഷ്ടപ്പെട്ടു, അത്രത്തോളം പ്രയാസപ്പെട്ടു, നിസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, സുന്നത്തുകൾ ഒരുപാട് സുന്നത്തുകൾ എടുത്തു. ഫർളുകളൊന്നും വീഴ്ച വരുത്തിയിട്ടില്ല, ഹറാമുകളൊന്നും ചെയ്തിട്ടില്ല, കറാഹത്തുകളൊന്നും ചെയ്തിട്ടില്ല. അള്ളാഹുവിനെ സദാസമയവും അവർ സ്മരിച്ചുകൊണ്ടിരുന്നു. അവർക്ക് അത് മാത്രമായിരുന്നു ചിന്ത. അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ചിന്ത. അതിലപ്പുറം അവർക്കൊരു ലോകമില്ല.
അവരുടെ എല്ലാം റബ്ബ് മാത്രമായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ പറയാറുള്ളത് മുറബ്ബിയായ ഷെയ്ഖ് എന്ന് പറയുന്നത്. മുറബ്ബിയായ ഷെയ്ഖ് എന്ന് പറയുന്നത് അത്രത്തോളം റബ്ബുമായി അടുത്തവർക്ക് മാത്രമേ അങ്ങനെ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ വേഷവിധാനം കൊണ്ട് നമുക്കൊരിക്കലും ഷെയ്ഖായി അംഗീകരിക്കാൻ കഴിയില്ല. അവരൊക്കെ വ്യാജന്മാരാണെന്ന് തങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. എത്രയോ ആളുകളെ വശീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ വിറ്റുകൊണ്ട് പൈസകൾ വാരി എറിഞ്ഞുകൊണ്ട് ജനങ്ങളെ അടുപ്പിച്ചുകൊണ്ട് ഞാൻ നിന്റെ ഷെയ്ഖാണെന്ന് നീ പറഞ്ഞു നടക്കണം, എന്നാൽ നിനക്ക് മാസം ഇത്ര ശമ്പളം തരാം എന്ന് പറയുന്ന ഷെയ്ഖന്മാർ വാണരുളുന്ന കാലമാണ് നമ്മുടെ ഈ കാലം, പ്രിയമുള്ളവരെ. അതുകൊണ്ട് വ്യാജന്മാരെ നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥ വൈദ്യനാണെങ്കിൽ അവൻ ആളെ രക്ഷിക്കും, മുറിവൈദ്യനാണെങ്കിൽ അവൻ ആളിനെ കൊല്ലും എന്ന് പറഞ്ഞതുപോലെ ഷെയ്ഖ് അല്ല എങ്കിൽ, അവൻ യഥാർത്ഥ വലിയ അല്ല എങ്കിൽ, അവന് നമുക്ക് ത്വരീഖത്ത് തരാനുള്ള കഴിവില്ലാത്ത വെറും പ്രച്ഛന്ന വേഷം ധരിച്ചുകൊണ്ട് നടക്കുന്നവരാണെങ്കിൽ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കും. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമുക്ക് ദിക്റുകൾ ചൊല്ലുക, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ, ഒരു ദിവസത്തിൽ ഒരാള് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ഒരു ദിക്ർ ചൊല്ലിയാൽ 100 മറത്തിൻ 100 പ്രാവശ്യം ചൊല്ലിയാൽ ഹുത്തത് ഖതായാഹു വലൗ കാനത് മിസ്ല സബദിൽ ബഹരി. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊക്കെ പഠിച്ചവരാണ് ഔലിയാക്കൾ, അങ്ങനെ അല്ലാഹുവിനെ സ്മരിച്ചവരാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ഒരു ദിക്ർ ആരെങ്കിലും 100 വട്ടം ചൊല്ലിയാൽ അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുന്നു. അത് സമുദ്രത്തിലെ നുരയോളം ഉണ്ടെങ്കിൽ പോലും അവന്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് പറയുമ്പോൾ എത്രത്തോളം പാപങ്ങൾ നമുക്ക് ചെയ്യാം. എന്നിട്ട് നാളെ മുതൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലിയാൽ മതി എന്നല്ല അതിന്റെ അർത്ഥം. അതിനെ അങ്ങനെ ആരും വ്യാഖ്യാനിക്കുകയും വേണ്ട. അത് ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി ചൊല്ലണം. അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഇത് അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയും ഞാൻ നല്ലവനാകാൻ വേണ്ടിയും എന്റെ ഖൽബിൽ എപ്പോഴും അല്ല എന്നുള്ള ചിന്ത അതിങ്ങനെ സ്ഫുരിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ആ നിയത്തോടു കൂടി ഞാൻ അള്ളാഹുവിനെ സ്മരിക്കുന്നത് അവന്റെ നോട്ടം കിട്ടാൻ വേണ്ടിയാണ്, അവന്റെ റഹ്മത്തിന്റെ തിരുനോട്ടം എന്നിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് എന്ന് നിശ്ചയിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുറാദുകളൊക്കെയും ഹാസിലാക്കുന്നു. നമുക്ക് മഗ്ഫിറത്തിന്റെ ബാബുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറക്കുന്നു. മഗ്ഫിറത്തിന് വേണ്ടി നമ്മൾ ചൊല്ലുമ്പോ അത് മഗ്ഫിറത്തിന് വേണ്ടിയാകുന്നു. മുറാദ് ഹാസിലാകാൻ വേണ്ടി നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ നമുക്ക് അത് കരസ്ഥമാകുന്നു. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ എന്ത് മുറാദ് വെച്ചുകൊണ്ടാണോ നമ്മൾ ചൊല്ലുന്നത് അത് നമുക്ക് കരസ്ഥമാകുന്നു. അങ്ങനെ മനസ്സിലാക്കി അങ്ങനെ അതിലൂടെ ജീവിച്ചവരാണ് എത്രയോ ഉസ്താദുമാർ. ഷെയ്ഖിനെ തേടി അന്വേഷിച്ചുകൊണ്ട് ഷെയ്ഖിന്റെ കൂടെ നടക്കും. അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ദിക്ർ, ഏതെങ്കിലും കാലത്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ഇത്ര വട്ടം ചൊല്ലിക്കോ, അല്ലെങ്കിൽ ഫാത്തിഹ നീ ഇത്ര പ്രാവശ്യം നീ ഓതി പൂർത്തിയാക്കിക്കോ എന്ന ഒരു ഇജാസത്ത് കിട്ടുന്നതിന് വേണ്ടി കാലങ്ങളോളം ഔലിയാക്കളുടെ പുറകെ സഞ്ചരിച്ച മഹാരഥന്മാരായ ആലിമീങ്ങൾ ജീവിച്ചിരുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതൊന്നും ആരും വിസ്മരിച്ചു പോകരുത്, ആരും മറക്കാൻ പാടില്ല. എന്തിനായിരുന്നു അവർ അത്രയും ത്യാഗം സഹിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു പ്രിയമുള്ളവരെ? അത് അവരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട്, അതിലൂടെ അവർക്ക് ഉന്നതമായ സോപാനങ്ങളിലേക്ക് വിരാജിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവർ അത്രത്തോളം ത്യാഗം സഹിച്ചിരുന്നത്. നമുക്കറിയാം, പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ആലിമീങ്ങളുടെയും ഔലിയാക്കളുടെയും കുതുബീങ്ങളുടെയും ഒക്കെ ചരിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരാരും എളുപ്പത്തിൽ മീൻ പിടിച്ചവരല്ല, പെട്ടെന്ന് കൈ നനയാതെ മീൻ പിടിച്ചവരല്ല. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാണ്. അള്ളാഹുവിനെ ഒരുപാട് രാത്രികൾ കഷ്ടപ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് നേടിയെടുത്തതാണ് അതെല്ലാം എന്ന് നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ല. നമ്മളിവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ കാണുന്നതൊരു മഖാമ് മാത്രമാണ്. ഇവരെന്തെല്ലാം ത്യാഗം സഹിച്ചിട്ടുണ്ടാകുമെന്നുള്ളതിന്റെ ആ ഒരു ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് അറിയില്ല എങ്കിലും ചിന്തിച്ചുകൊണ്ടെങ്കിലും നമ്മൾ ജീവിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അറിയുമല്ലോ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു തആല അൻഹുവിനെ നമുക്കറിയാം, നമ്മളൊക്കെ കേട്ടവരാണ്. മഹാനവറുകളുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചരിത്രം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്.
അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ബർക്കത്തിന് വേണ്ടി അതും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വിരമിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു തആല അൻഹു ഒരു യാത്ര പുറപ്പെടുകയാണ്. യാത്രാമധ്യത്തിൽ മഹാനവറുകൾ ഒരു പള്ളിയിലേക്ക് കിടക്കാൻ കയറി. പള്ളിയിൽ കിടക്കാൻ അനുവാദം ചോദിച്ചു ചെല്ലുമ്പോൾ ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലാകാത്തതിന്റെ പേരിൽ പള്ളിയിലെ ജീവനക്കാരൻ പറഞ്ഞു, രാത്രിയിൽ പള്ളിയിൽ ആർക്കും പ്രവേശനമില്ല, ഇശാനമസ്കാരം കഴിഞ്ഞാൽ പള്ളി പൂട്ടും. നമ്മുടെ നാട്ടിലും പല നാടുകളിലും ഉണ്ടല്ലോ. മഹാനവറുകളെ ആരാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ അവിടെ കിടക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവിടെ കിടക്കാൻ അവസരം ലഭിച്ചില്ല, പുറത്താക്കി. അങ്ങനെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു തആല അൻഹു പുറത്തിറങ്ങിയിട്ട് അവിടെ പല ഭാഗത്തും ഇങ്ങനെ കണ്ണോടിച്ചു നോക്കുകയാണ്. ഞാനിന്ന് എവിടെയാണെന്ന് വിശ്രമിക്കാൻ എനിക്ക് പറ്റുക, എവിടെയാണ് എനിക്കൊന്ന് അന്തി ഉറങ്ങാൻ കഴിയുക എന്നിങ്ങനെ പരതി നോക്കുമ്പോൾ അകലെ ഒരു വീട്ടിലൊരു വെളിച്ചം കാണുകയാണ്. ആ വീടിനെ ലക്ഷ്യമാക്കി മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു തആല അൻഹു നടന്ന് അവിടേക്ക് എത്തിയിട്ട് ആ വീട്ടുകാരോട് ചോദിക്കുകയാണ്, ഞാനിവിടെ ഒന്നിന്ന് കിടന്നോട്ടെ, എനിക്ക് നിങ്ങളൊന്ന് അനുവാദം തരുമോ? അങ്ങനെ അവർ മനുഷ്യന്റെ കോലം കണ്ടപ്പോൾ, മഹാനവറുകളുടെ കോലം കണ്ടപ്പോൾ ഒരു ആലിമാണെന്ന് തോന്നുകയും വളരെ യാത്ര ചെയ്ത് ക്ഷീണിതനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ആ വീട്ടുടമസ്ഥൻ അദ്ദേഹത്തിന് താമസിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു തആല അൻഹു ഒരു റൂം തയ്യാറാക്കി കൊടുത്തപ്പോൾ അതിലേക്ക് കിടക്കാൻ ഒരുങ്ങുമ്പോ തൊട്ടടുത്ത റൂമിൽ നിന്ന് അതാ ഒരു പ്രായമുള്ള ഒരു ഉപ്പ, ഒരു വയോവൃദ്ധനായ ഒരു മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഇങ്ങനെ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് നേരമായിട്ടും ഇദ്ദേഹത്തിന്റെ ആ ചൊല്ലൽ നിർത്തുന്നില്ല. മഹാനവറുകൾക്ക് ഉറങ്ങാനും കഴിയുന്നില്ല. കുറെ നേരം ഇങ്ങനെ കേട്ടപ്പോൾ അവസാനം ഇതെന്താണ് ഇങ്ങനെ ചൊല്ലുന്നതിന്റെ രഹസ്യം, എന്തുകൊണ്ടാണ് ഈ അസമയമായിട്ടും ഈ പാതിരാ സമയത്തും ഇദ്ദേഹം ചൊല്ലാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചുകൊണ്ട് ആ പിതാവിന്റെ അരികിലേക്ക് അപ്പുറത്തെ റൂമിലേക്ക് ചെന്നുകൊണ്ട് മഹാനവറുകൾ ചോദിക്കുമ്പോ അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്, 20 വർഷത്തോളമായി ഞാനിത് ചൊല്ലുന്നു, 20 വർഷത്തിന് മേലെയായി ഞാനിത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ എല്ലാ മുറാദുകളും എനിക്ക് ഹാസിലാക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു മുറാദ് കൂടി ഹാസിലാകാൻ എനിക്കുണ്ട്. അതും കൂടി ഹാസിലായാൽ അതുകൂടി ഹാസിലാകാൻ വേണ്ടിയാണ് ഞാനിത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതും ഹാസിലാകുമെന്നുള്ള ഉറപ്പെനിക്കുണ്ടെന്ന് വന്ന മഹാനോട് പറയുമ്പോൾ മഹാനവറുകൾ ചോദിക്കുകയാണ്, ഓ പ്രിയപ്പെട്ട ഉപ്പാ, നിങ്ങളുടെ ആ മുറാദ് എന്താണ്? ഇനി നിങ്ങൾ ഹാസിലാകണമെന്ന് ആഗ്രഹിക്കുന്ന മുറാദ് എന്താണെന്ന് ചോദിക്കുമ്പോ ആ പിതാവ് പറയുകയാണ്, അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി എന്ന ഒരു മഹാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ എന്തെങ്കിലും ഒന്ന് കണ്ടുകിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിനെ കണ്ടിട്ട് എനിക്കൊന്ന് മരിച്ചാൽ മതി എന്ന ആഗ്രഹം അതിങ്ങനെ വല്ലാതെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഞാനിത് മുടങ്ങാതെ ചൊല്ലുന്നുണ്ട് എന്ന് മഹാനവറുകളോട് പറയുമ്പോ ആ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു തആല അൻഹു ആ പിതാവിനോട് പറയുകയാണ്, എങ്കിലിതാ നിങ്ങളുടെ ആ മുറാദും ഹാസിലായിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞില്ലേ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി എന്ന ഒരു വ്യക്തി, അത് ഞാനാണ് ഉപ്പാ എന്ന് മഹാനായ ഹംബൽ ശൈബാനി പറയുമ്പോ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ആ ഒരു സാധാരണക്കാരനായ ഉപ്പയുടെ കൽബിലുള്ള ഈമാൻ പോലും നമ്മുടെ കൽബിലില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്രത്തോളം വിശ്വാസത്തോടുകൂടി അവരത് ചെയ്തുകൊണ്ട് അവരുടെ മുറാദ് അല്ലാഹ് ഹാസിലാക്കി കൊടുക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ അല്ലാഹ് എന്തെന്ന് പഠിച്ച നമുക്കത് നേടാൻ
നേടാൻ കഴിയുന്നില്ല. അള്ളാന്റെ ഹബീബ് എന്തെന്ന് പഠിച്ച നമുക്ക് നേടാൻ കഴിയുന്നില്ല. അള്ളാന്റെ ഔലിയാക്കളെ പറ്റി വാദോരാതെ സംസാരിക്കുന്നവരാണ്, ദിവസങ്ങളോളം പറയുന്നവരാണ്. എന്തേ പറയുന്ന നമ്മുടെ ജീവിതത്തിൽ അതില്ലാതെ പോകുന്നു? ഈ പറയുന്ന ഞാനടക്കം ചിന്തിക്കേണ്ട കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വേഷം നമ്മൾ ധരിക്കുന്നവരാണ്. ആ ധരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഉള്ളിന്റെ ഉള്ളില് യഥാർത്ഥ ഈമാനുണ്ടോ എങ്കിലും നമുക്ക് വിജയിക്കാം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. അതാണ് റബ്ബിന്റെ നോട്ടം. നിന്റെ വേഷത്തിലോ നിന്റെ സൗന്ദര്യത്തിലോ റബ്ബിന്റെ നോട്ടമില്ല, നിന്റെ കൽബിലേക്ക് മാത്രമാണ് റബ്ബിന്റെ നോട്ടം. അറബിക്ക് അറബി അല്ലാത്തവനേക്കാൾ ശ്രേഷ്ഠതയില്ല, ആണിന് പെണ്ണിന്റെ വ്യത്യാസമില്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ റബ്ബിന്റെ മുന്നിൽ വ്യത്യാസമില്ല. അത് ആരായിരുന്നാലും, അത് അടിമയാകട്ടെ അടിമ അല്ലാത്തവനാകട്ടെ, ആരായിരുന്നാലും റബ്ബിന്റെ നോട്ടം കൽബിലേക്ക് മാത്രമാണ്. അതല്ലേ നമ്മൾ പറയാറുള്ളത്? വെളുവെളുത്ത സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, അതുപോലെ കറുകറുത്ത ബിലാൽ എന്ന് പറയുന്ന നീഗ്രോ വർഗക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ ഈമാന്റെ വലിപ്പം, ആള് കറുപ്പാണെങ്കിലും കൽബ് വെട്ടിത്തിളങ്ങുന്ന ഈമാന്റെ പ്രഭയാണ്. അതുകൊണ്ടല്ലേ ഉമയ്യത്തിന്റെ കിങ്കരന്മാര് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കമഴ്ത്തി കിടത്തിയിട്ട്, നെഞ്ച് മലർത്തി കിടത്തിയിട്ട് കരിങ്കല്ല് നെഞ്ചിലേക്ക് വെച്ചിട്ട് പറയുകയാണ്, അല്ല ഒന്നല്ല, അല്ല അനേകമുണ്ടെന്നു നീ പറഞ്ഞാൽ ഈ കാണുന്ന മണിമാളിക നിനക്ക് തരാം, ഈ കാണുന്ന മുന്തിരിത്തോട്ടങ്ങൾ നിനക്ക് തരാം, പക്ഷേ നീ നിന്റെ മതത്തിൽ നിന്നൊന്ന് മാറണം, അല്ല ഒന്നല്ല എന്ന് പറയണം. പക്ഷേ ആ സമയത്തും പറഞ്ഞത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നതല്ലാതെ മറ്റൊരു മന്ത്രം വന്നിട്ടില്ല. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് മാത്രമാണ് അവർക്ക് സ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമുക്കൊക്കെയും അവരുടെ കൂടെ ജീവിക്കാൻ തൗഫീഖ് നൽകുക, അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ അല്ലാഹ്, ഈ ഇരിക്കുന്ന നമ്മളാരും ഒരു നിമിഷം പോലും ഇനി ബാക്കിയാകുമെന്ന പ്രതീക്ഷ ഇല്ല അല്ലാ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലമത്രയും നിന്റെ തൃപ്തിയിലായി, നിന്റെ റിളയിലായി, നിന്റെ വജ്ഹിലേക്ക് വേണ്ടി ജീവിക്കാനുള്ള തൗഫീഖ് സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ശരീരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ രോഗങ്ങളും നീ അവരുടെ ബർക്കത്ത് കൊണ്ട്, നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് നീ ശിഫയാക്കണേ റബ്ബേ, ശിഫയാക്കണേ അല്ലാ. ഒരിക്കലും ഞങ്ങളെ ആരെയും നിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി നശിപ്പിച്ചു കളയരുതേ റഹ്മാനേ. സയ്യിദന്മാരുള്ള മജ്ലിസാണ്, ആലിമീങ്ങളുള്ള മജ്ലിസാണ്, ഖുർആൻ ഹാഫിളീങ്ങളുള്ള മജ്ലിസാണ്. അവരുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ദുആകൾക്കൊക്കെയും നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ റഹ്മാനേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവര്, നമ്മുടെ ഈ പരിപാടികൾക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട്. അതിനു വേണ്ടി കയ്യും മെയ്യും മറന്നുകൊണ്ട് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സപ്പോർട്ട് കൊടുത്തവരുണ്ട്. അവർക്കെല്ലാം നീ അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നാളെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം റബീഅ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചതുപോലെയുള്ള ഒരു സ്ഥാനം, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്. നാളെ
സ്വർഗീയ ലോകത്ത് അങ്ങയുടെ ഒക്കത്ത് അങ്ങയുടെ ചാര ഇരിക്കാനുള്ള ഒരു സ്ഥാനം ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനേ, ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. اللهم لا تردن أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.